ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു അമ്പലത്തിൽ പോകുന്ന ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം ഒരു അടിപൊളി അമ്പലമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി അമ്പലം? ഇത് കേരളത്തിലെ പഴനി അമ്പലമാണ്. ഒരു കിടു അമ്പലമാണ് കേട്ടോ. ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ പോയി തൊഴാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ അതെന്തായാലും പോയി പ്രാർത്ഥിച്ച് തീർക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കാം. സോ നമുക്ക് വേഗം സമയം കളയാതെ അമ്പലത്തിൽ പോവാം. അപ്പോൾ നമ്മൾ പോയത് 2 വീലറിലാണ് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമുക്ക് അതിന് കറക്റ്റ് വഴിയൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് കണ്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ അന്വേഷിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു കുന്നിന്റെ മേലെയാണ് അമ്പലം വന്നിട്ട്. ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടേക്ക് ഓട്ടോ ബസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. ആക്ച്വലി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ മൂഡ് കണ്ടത്. ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിലെ അമ്പലം എങ്ങനെയാണ് അതേ സ്ട്രക്ചറൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളികളാണെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു അമ്പലമാണ്. എനിക്ക് ആ ഒരു തമിഴ്നാട്ടിൽ വന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടെ തോന്നിയത്. ഒരു അടിപൊളി വൈബായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാത്തൊരു ടൈപ്പ് അമ്പലമായിരുന്നു. അമ്പലത്തിൻ്റെ ആ സ്ട്രക്ചേഴ്സോ അടുത്ത വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ശിവനും പാർവതിയും അയ്യപ്പനും പിന്നെ സ്വാമി സായിബാബ അങ്ങനെ ഓരോ സൈഡിൽ ഓരോ ദൈവങ്ങളായിരുന്നു. സായിബാബേനൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല തൊഴണമൊന്നും. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ആയിരുന്നു, ഈ ഒരു സ്ഥലത്താണ് ഫുഡ് കഴിച്ചിരുന്നത്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഉപ്പുമാവും പിന്നെ അച്ചാറും ഒരു ഗ്ലാസ് ചായയായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വഴിയാണ് കാണിച്ചു തന്നത്. ഇങ്ങനെ സാധാരണ നമ്മുടെ പഴനിയിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകില്ല, അതേപോലെ തന്നെ അധികം സ്റ്റെപ്പൊന്നുമില്ല, കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അമ്പലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്ന് എനിക്ക് കറക്റ്റ് ഇത് ഏത് സ്ഥലം എന്നൊന്നും അറിയില്ല. കോഴിക്കോടാണ്. കോഴിക്കോട് കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, എനിക്ക് കറക്റ്റ് പേരിക്കറിയില്ല. പക്ഷെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ മേൽപ്പഴനി നോക്കി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.